വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ തായ്ലൻഡ് വ്ളോഗിന്റെ ലാസ്റ്റ് പാർട്ടും ബാങ്കോക്കിലെ ലാസ്റ്റ് ഡേയുമാണ്. ആദ്യം തന്നെ ഒരു മസാല ടീ ഒക്കെ കുടിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റേ ചെയ്തതിന്റെ അടുത്ത് തന്നെ ഇന്ത്യൻ റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് എന്റെ മോർണിംഗ് ടീ. അവിടെ പലതരം ചായസ് ഒക്കെ കിട്ടും. നമ്മുടെ മസാല ടീ, ജിഞ്ചർ ടീ, ഏലക്ക ടീ, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ മസാല ദോശ, ഇഡ്ഡലി, പൂരി അങ്ങനെയുള്ള ഐറ്റംസും കിട്ടും കേട്ടോ. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ ഇന്നലെ ഞാൻ രാവിലത്തെ ഒന്നും വീഡിയോ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ പട്ടായയിലായിരുന്നു. നമ്മൾ രാവിലെ 7:15 ആയപ്പം ചെക്കൗട്ട് ചെയ്തു. അങ്ങനെ നേരെ നമ്മൾ പോയത് സഫാരി വേൾഡിലേക്കാണ്. സഫാരി വേൾഡ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ 4:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഒരു 1.5 hour യാത്രയുണ്ട് ബാങ്കോക്കിലേക്ക്. അങ്ങനെ സഫാരി വേൾഡിൽ നിന്ന് ബാങ്കോക്കിൽ വന്ന് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു 5:45 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1 hour റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ രാത്രി വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ സ്ട്രീറ്റിൽ ഇറങ്ങി. ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും. നമ്മുടെ മസാല ദോശ, പൂരി എല്ലാ സാധനവും കിട്ടും കേട്ടോ. നല്ല മസാല ടീ ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ താമസിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല മസാല ടീയും ഇന്ത്യൻ ഹോട്ടൽസും സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പം നല്ല അവിടുത്തേലും നമ്മുടെ ഫുഡ് ഇവിടെ കൂടുതലായിട്ട് പട്ടായയിലും കൂടുതലായിട്ട് കിട്ടും കേട്ടോ. അവിടെയും കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഇവരുടെ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമായി. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രീറ്റിൽ പോയി. ഇവിടെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഫുഡും കിട്ടും, നമുക്ക് പർച്ചേസും ചെയ്യാം. ഇവിടുത്തെ വിലയിനെ കമ്പയർ ചെയ്ത് ഏകദേശം ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ മാർക്കറ്റാണ് കേട്ടോ അത്. അപ്പം അങ്ങനെ നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റൊക്കെ പോലെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കുറേ കറങ്ങി. റേറ്റ് കിട്ടില്ല, പക്ഷേ ഇവിടുത്തേനെ കമ്പയർ ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത്. അപ്പം നന്നായി രാവിലെ മുതൽ യാത്രയായതുകൊണ്ട് നടപ്പായിരുന്നു സഫാരി വേൾഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടയേർഡായി. അതുകൊണ്ട് വൈകുന്നേരം നമ്മൾ നേരത്തെ തന്നെ കയറി കേട്ടോ. നേരത്തെ വെച്ചാൽ ഇവിടുത്തെ 10 മണി ആ ടൈമിൽ പിന്നെ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മളങ്ങ് കയറി റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്തു. പിന്നെ രാവിലെ അപ്പം മാള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ നല്ല രീതിയിൽ ടയേർഡായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് പീരീഡും കൂടെ ആയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല ടയേർഡായിരുന്നു. അവിടെ നല്ല ചൂടുവെള്ളത്തിൽ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. രാവിലെ ഒരു 10 മണിയായപ്പോഴാണ് ഞാൻ ഏറ്റത്. അതുകൊണ്ട് മാൾ പ്ലാൻ ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ കിടന്നുറങ്ങി റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ 11:15 നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ബാഗൊക്കെ ഇവിടെ വച്ചിട്ട്, ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അവർ സേഫായിട്ട് നോക്കിക്കോളും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഇന്നത്തെ സ്ട്രീറ്റിൽ കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, കണ്ടുവച്ചിരുന്നു. പക്ഷേ ഇവിടെ നേരത്തെ ഷോപ്പുകളൊക്കെ 9:30 ആകുമ്പോൾ അടയ്ക്കുമോ. അപ്പം നമ്മൾ ആദ്യം കണ്ടുവച്ച് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്ന് വിലയൊക്കെ നോക്കി വെച്ച് വാങ്ങാമെന്ന് കരുതിയപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഫ്ലോർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെയൊക്കെ കുത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ട് ഇപ്പം ഇവിടുത്തെ നമ്മൾ താമസിച്ച ഹോട്ടലിലെ റെസ്റ്റിംഗ് ഏരിയ റെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ 12:30 ആയി സമയം. അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ 1:30 ആകുമ്പം നമ്മളിവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് ഇറങ്ങി ഇനി ഗോൾഡൻ ബുദ്ധയൊക്കെ ഉണ്ട്. അങ്ങനെ 2 പ്ലേസും കൂടെ കാണാണ്ട് കണ്ട് കവർ ചെയ്തിട്ട് ഇവിടുത്തെ 8 മണിയാകുമ്പോൾ നമ്മളിവിടുന്ന് ഫ്ലൈറ്റ് പിടിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ 1.5 മണിക്കൂർ ബാക്കോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ 8 മണിക്ക് നമ്മളിവിടുന്ന് കയറിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും കൊച്ചി എയർപോർട്ടിൽ വരും കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിപ്പം നമ്മൾ പോകുന്നത് ഇന്നലെ ക്ലോസ് ചെയ്ത ഇന്ത്യൻ മാളിലേക്കാണ്. അവിടെ ചെറിയ ചെറിയ ഐറ്റംസ് കണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് വാങ്ങാനുണ്ട്. അതിനുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഇയറിങ്സ്, കൈച്ചെയിന്, ചെറിയ ക്ലിപ്പുകൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ നാഗവല്ലിയുടെ അവസ്ഥയിലേക്ക് പോകും കേട്ടോ. ഏതെടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ നോക്കിയത് ഏത് ചെറിയ ഷോപ്പാണെങ്കിലും ഞാൻ കണ്ടെങ്കിൽ കയറും ഇങ്ങനെയുള്ള ഐറ്റംസ് കാണുമ്പോഴത്തേക്കും. ഡ്രസ്സും ചെരുപ്പൊക്കെ എല്ലാം തന്നെ എനിക്ക് ഇഷ്ടമാണ്, ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇതിനോട് എനിക്കൊരു പ്രത്യേക മമതയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ പർച്ചേസ് തകൃതിയായിട്ട് നടക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫോട്ടോ എടുത്ത് രസിക്കുകയാണ് കേട്ടോ. ആൾക്ക് ഇതാണ് ഇഷ്ടം. എന്നെ കയറ്റി വിട്ടിട്ട് ആൾ വെളിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. ഞാൻ ഇതുപോലെ ഇഷ്ടമുള്ള ഐറ്റംസ് സെലക്ട് ചെയ്ത് ഇറങ്ങി വരും. അതാണ് എനിക്കും കംഫർട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കിയെടുക്കും. പിന്നെ ഞാൻ ആളെ കാണിച്ചേ എടുക്കുകയുള്ളൂ, കാണിക്കാതെ എടുക്കുകയല്ല. ഇങ്ങനെ കാണിച്ചിട്ട് ആൾക്കും കൂടി ഇഷ്ടമുള്ളത് നോക്കി ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് അവിടെയുള്ളവരുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, നമ്മളെ അവർക്ക് അറിയാനും കൂടി പാടില്ല, എന്നാലും നമ്മളെ കാണുമ്പോൾ അവർ ചിരിക്കുകയും ഒന്ന് വിഷ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മളെ അവർ വെൽക്കം ചെയ്യും. അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇപ്പം ഹോട്ടലിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് 1:30 ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ നിന്ന് ഇറങ്ങും.
അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയേ. രാവിലെ നമുക്ക് ഹോട്ടലിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. ഹസ്ബൻഡൊക്കെ കഴിച്ചു, ഞാൻ താമസിച്ചായിട്ടെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്കത് മിസ്സായിപ്പോയി. അതുകൊണ്ട് രാവിലെ ഒരു മസാല ടീ മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞാൻ ഹെവി ആയിട്ട് തന്നെ കഴിച്ചു കേട്ടോ. ഞാനൊരു വെജ് പുലാവാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെ ഞാൻ കഴിച്ചു കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷസും ഇവിടെ കിട്ടും കേട്ടോ. അവരുടെ വസ്ത്രധാരണ രീതിയെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. നമ്മളൊരു 1:30 ആയപ്പോൾ വണ്ടി പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മനോഹരമായ ദൂരെ നിന്നുള്ള വ്യൂ. ഇവിടെ നമുക്ക് കയറുമ്പോൾ സ്ലീവ്ലെസ്സും ഷോർട്സും വന്നിട്ടുണ്ട്, കയറാൻ പറ്റത്തില്ല. 100 ബാത്താണ് ഒരാൾക്കാവുന്നത്. നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കാണിച്ച് കയറുകയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ ഉയരത്തിൽ ഇങ്ങനെ സ്റ്റെപ്പ് പടികെട്ടുകളൊക്കെ കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് ടെമ്പിൾ ഉള്ളത്. ഇവിടെ വീഡിയോസ് അലൗഡ് അല്ല, ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല, ബുദ്ധമത വിശ്വാസികളുടെ അമ്പലം കൂടിയാണ്. അവരുടെ പുണ്യ സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കുന്നതിന് പരിമിതിയുണ്ട്, ഫോട്ടോസ് എടുക്കാം. തായ് കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. മാർബിൾ കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരുപാട് കൊത്തുപണികളുള്ള മനോഹരമായ ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. വളരെ ഫേമസ് ആയിട്ടുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഗോൾഡൻ ബുദ്ധ സ്റ്റാച്യു വന്ന് പിന്നെ 5.5 ടൺ സോളിഡ് ഗോൾഡ് കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഗോൾഡൻ ടെമ്പിൾ എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഫോട്ടോസ് വീഡിയോസ് അലൗഡ് അല്ല, ഫോട്ടോ എടുക്കാം എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. എനിക്ക് ഉള്ളിൽ വീഡിയോസ് എടുക്കരുതെന്ന് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്യാമറയായിട്ട് ഉള്ളിൽ കയറിയത്. അത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് എടുക്കരുതെന്ന്. അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പം അതിൻ്റെ ഫോട്ടോസിനെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് നമ്മളതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഫുള്ളും മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, പിന്നെ ഗോൾഡ് കളറിൽ ചിത്രപ്പണികളൊക്കെ ചെയ്ത വളരെ മനോഹരമായ ഒരു ടെമ്പിളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും ഒരു തണുപ്പും ഒക്കെയാണ് കേട്ടോ. ഒരു നല്ലൊരു വൈബാണ്. വളരെ കുറച്ച് ഉയരത്തിലും കൂടെയാണ് ഇതിരിക്കുന്നത്. ഒരുപാട് പടിക്കെട്ടുകളൊക്കെ കയറി വേണം, കയറി ഒരുപാട് കൊത്തുപണികൾ, നല്ല രസകരമായ കൊത്തുപണികളൊക്കെ ചെയ്ത വളരെ മനോഹരമായ ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. തായ്ലൻഡിനെ അപേക്ഷിച്ച് ബാങ്കോങ്ങിൽ ചൂട് കൂടുതലാണ് കേട്ടോ. നമുക്ക് പുറത്തിറങ്ങി നടക്കുമ്പം സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടാണ്, കരിഞ്ഞു പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒരു കരിക്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചേ ഇനി നമ്മൾ നേരെ പോകുന്നത് മാർബിൾ ബുദ്ധ ടെമ്പിളിലേക്കാണ്. അവിടുന്ന് കുറച്ച് അധികം ദൂരം യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് മാർബിൾ ബുദ്ധ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. മാർബിൾ ബുദ്ധ ടെമ്പിളില് മോർണിംഗ് 5 AM ടു ഈവനിങ് 7 PM ആണ് വർക്കിംഗ് ടൈം ഉള്ളത്. പെർ ഹെഡ് 50 ബാത്ത് ആണ് കേട്ടോ എൻട്രി ഫീ. പ്യൂർ വൈറ്റ് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു പാർക്കിലൊക്കെ ചെന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നവർക്ക് നല്ല രസം ഉണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാം, ഒരുപാട് പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ അപാര വ്യൂ ഉള്ളൊരു ടെമ്പിളാണ്. മെയിൻ എൻട്രൻസിന്റെ 2 സൈഡായിട്ട് മാർബിൾ തീർത്ത 2 വലിയ ലയൺസിനെ നമുക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ
കാണാൻ സാധിക്കും. മാർബിൾ ബുദ്ധ ടെമ്പിൾ എന്ന് പറയുന്നത് ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ പോലെ അത്ര പഴക്കമില്ല, പുതിയ കാല നിർമ്മിതിയാണ്. അവിടുത്തെ ഒരു രാജകുടുംബം നിർമ്മിച്ച ഒരു ടെമ്പിൾ ആണ്. ബാങ്കോക്കിലെ ഗോൾഡൻ ബുദ്ധ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബുദ്ധമത ക്ഷേത്രമാണ് ഇത്. 1899 ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നത്. വലിയ വില കൂടിയ ഇറ്റാലിയൻ ഇറക്കുമതി ചെയ്ത മാർബിൾ ആണ് ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ തായ് കൾച്ചറും യൂറോപ്യൻ വാസ്തുവിദ്യയും എല്ലാം കൂടെ ചേർന്ന ഒരു സംയോജിതമായിട്ടാണ് അങ്ങനെ ഒരു ഇതിലാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭിത്തികൾ സ്തൂപങ്ങളൊക്കെ മനോഹരമായ കുത്തുപണികൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മുറ്റം തൂണ് എല്ലാം നടുമുറ്റം എല്ലാം ഈ പറഞ്ഞ പോലെ ഇറ്റാലിയൻ മാർബിൾ ആണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ വലിയൊരു നടുമുറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റാലിയൻ മാർബിൾ ആണ്. അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ബുദ്ധയുടെ പല സ്റ്റേജിലുള്ള സ്റ്റാച്യൂസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൽ ഗോൾഡൻ സ്റ്റാച്യു ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർബിൾ സ്റ്റാച്യൂകളാണ്. ടോട്ടല് 52 സ്റ്റാച്യൂസ് ആണ് ഈ കോറിഡോറിലുള്ളത്. സ്റ്റാച്യു വെച്ചിട്ടുള്ള ഈ പീഠങ്ങളാണെങ്കിലും ഒരുപാട് മനോഹരമായ വർക്കുകൾ ചെയ്തിട്ടുള്ള പീഠങ്ങളാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല, ബുദ്ധമത വിശ്വാസികളുടെ ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ. ഇവിടെ കയറി ചെല്ലുമ്പോൾ നടുമുറ്റമൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുറ്റും കറങ്ങി നടന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ ഒരുപാടുണ്ട്. ഈ നടുമുറ്റവും എല്ലാം തന്നെ ഈ വളരെ വില കൂടിയ ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വിശാലമായ നടുമുറ്റവും ഒരുപാട് ചുറ്റിക്കിറങ്ങി കാണാനും ഒക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് നേരെ എയർപോർട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. രാത്രി 8:30 നമ്മുടെ ഫ്ലൈറ്റ് വന്നു. 11-11:30 ആയപ്പം കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഇതൊക്കെയായിരുന്നു തായ്ലാൻഡ് വ്ളോഗ്. പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് തായ്ലാൻഡ് വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ്. ആ ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.